എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഈ കർക്കിടക വാവായി വരുന്നു. അപ്പോൾ ഈ വാവിന് ബലിയിടാൻ പോകുന്ന ഭക്തജനങ്ങൾ ഇരിക്കുന്ന കർമ്മികളെ, അതായത് പകുതിക്ക് കർമ്മം പഠിച്ച് വരുന്ന ആൾക്കാരുമുണ്ട്, സത്യസന്ധമായി കർമ്മം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, നല്ല രീതിയിൽ കർമ്മം അനുഷ്ഠിച്ചു പോകുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾ ബലിയിടുന്ന സമയത്ത് നേരെ ചൊവ്വ പോയി, അതായത് കർമ്മിയെ നോക്കാതെ കർമ്മിയുടെ അടുത്ത് പോയി നമ്മൾ ബലിയിടരുത്. കാരണം ഇരിക്കുന്ന കർമ്മികൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ദക്ഷിണ മേടിച്ച് അടുത്തുള്ളവരെ വിളിക്കുന്ന ഒരു സമ്പ്രദായമാണ് എല്ലാ വർഷങ്ങളും നമ്മൾ കാണുന്നത്. അതായത് ആ ഇരിക്കുന്ന കർമ്മികൾ നല്ലപോലെ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കത്തില്ല. അടുത്ത ആൾ പുറകിലുണ്ടെന്ന് ധൃതി വെപ്പിച്ച് നമ്മളെ കൊണ്ട് പെട്ടെന്ന് മുങ്ങിപ്പിച്ച് ദക്ഷിണ ഇങ്ങോട്ടിട്ടേക്ക് അടുത്ത ആളെ വിളിക്കുന്ന സമ്പ്രദായമാണ് മിക്കയിടത്തും കാണിക്കുന്നത്. എന്നാൽ നല്ലപോലെ കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മിമാർ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളിൽ ഇരിപ്പുണ്ട്. അപ്പം ഭക്തജനങ്ങൾ കർമ്മം ചെയ്യാൻ പോകുമ്പം, അതായത് ബലികർമ്മം നടത്താൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ, അതായത് ചുറ്റുപാടും ഇരിക്കുന്ന ആൾക്കാരും അതേപോലെ തന്നെ കർമ്മികളെ, അതായത് പ്രത്യേകമായിട്ട് കർമ്മികളെ നിരീക്ഷിച്ച ശേഷം മാത്രമേ നമ്മൾ അവരുടെ അടുത്ത് പോയി ഇരിക്കാവുള്ളൂ. ഇതെന്താ ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു കർമ്മിയുടെ അടുത്ത് കർമ്മം ചെയ്യാതിരുന്ന് പുള്ളി പെട്ടെന്ന് ഏതാണ്ടൊക്കെ ഒന്ന് ചൊല്ലി നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല, നമ്മളൊരു പക്ഷേ ഒരു 200 രൂപ ദക്ഷിണയും കൊണ്ടായിരിക്കും ആ കർമ്മിക്ക് കൊടുക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ നമ്മളൊരു 50 രൂപ പോലും ആ കർമ്മം കണ്ടാൽ നമ്മൾ കൊടുക്കത്തില്ല. കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ ഭക്തജനങ്ങൾക്ക്. അതായത് മിക്ക ആൾക്കാർക്കും കർമ്മം ചെയ്യാൻ അറിയാത്തവരുണ്ടാകും, എന്നാൽ 100-ൽ 80% നല്ല ആൾക്കാരും ഉണ്ടാകും. അപ്പം നമ്മൾ ബലിമണ്ഡപത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ചുറ്റുപാട് ഒന്ന് നടന്നൊന്ന് സെലക്ട് ചെയ്യണം. അതായത് നല്ല കർമ്മിയാണോ, അതായത് ഒരാൾ ബലിയിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആ കർമ്മം കാണുമ്പോഴത്തേക്ക് മനസ്സിലാകുമല്ലോ, നമ്മുടെ മനസ്സിനും ഇണങ്ങിയ ഒരു കർമ്മിയെ കണ്ടുപിടിക്കുക. അതായത് കർമ്മത്തിൽ ഇണങ്ങി, അതായത് ഒരാൾ നമുക്ക് കർമ്മം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സംതൃപ്തി ഉണ്ടാകണമല്ലോ. ഭഗവാനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കുടുംബത്തിലുള്ള കാരണവന്മാർക്കൊക്കെ ഏറ്റുന്നു പുള്ളി നല്ലൊരു കർമ്മിയാണ് എന്ന് നമുക്കും ഒരു മനസ്സിനൊരു ഇതുണ്ടാകണം. ചിലപ്പോൾ നമ്മൾ 50 രൂപ ദക്ഷിണ കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ആ വ്യക്തി ചിലപ്പോൾ 200-300 രൂപ കൊടുക്കും. അതാണ് ഒരു മനസ്സ്. ഇപ്പോൾ ഒരു തിരുമേനി അമ്പലത്തിൽ കയറി പൂജ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സംതൃപ്തി ഉണ്ടാകണ്ടേ. ആ തിരുമേനി എന്തെങ്കിലും കയറി ചെയ്ത് വന്ന് പ്രസാദം തന്ന് നമുക്ക് തിരുമേനി എന്തൊക്കെ കയറി ചെയ്തു, നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്നില്ല. അതേപോലെയാണ് ബലിമണ്ഡപത്തിൽ ഇഷ്ടംപോലെ കർമ്മിമാരുണ്ടാകും. അപ്പോൾ ഭക്തജനങ്ങൾ എല്ലാ ആൾക്കാരെയും ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ആ കർമ്മിയുടെ അടുത്ത് പോയി ഇരിക്കാതുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് പോകണം, ഏതെങ്കിലും കർമ്മിയെ കൊണ്ട് എന്തെങ്കിലും കാണിച്ച് ചെയ്ത് കുറേ ദക്ഷിണയും കൊടുത്തു വീട്ടിൽ വന്നിരുന്നത് കാര്യമില്ല. നമ്മൾ ബലിയിടാൻ പോകുന്ന സമയത്ത് ഇരിക്കുന്ന കർമ്മിക്ക് കർമ്മം ചെയ്യാൻ അറിയാമോ, ആ വ്യക്തിയെ നമുക്ക് ബോധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇരിക്കുകയുള്ളൂ. അല്ലാതെ ഭക്തജനങ്ങൾ ആ കർമ്മിയുടെ അടുത്ത് പോകരുത്. തൊട്ടടുത്ത് നല്ലപോലെ ചെയ്യുന്ന കർമ്മം ചെയ്യുന്നവരുണ്ടാകും. മിക്കവരും പകുതിക്ക് പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നമുക്കത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. ക്യൂ നിൽക്കുന്ന ആൾക്കാർ ബാബാ പൊക്കെ അതേ പൈസ വെച്ചിട്ടുണ്ട്, അടുത്താൾ വന്ന് ഇരുന്നിരുന്നത് കുറേ ഇത് പൊങ്ങി വരാൻ പറ, അപ്പോൾ അടുത്താളെ കർമ്മം. കാരണം സ്പീഡാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തി ഉണ്ടാകുന്നില്ല, ഒരു വിശ്വാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഭക്തജനങ്ങൾ പോകുന്ന സമയത്ത് നല്ല ഒരു കർമ്മിയെ നോക്കി സെലക്ട് ചെയ്തിടുക. ഇഷ്ടം പോലെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മിമാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അറിയാൻ വയ്യാതെ ഇരിക്കുന്നതും ഇഷ്ടം പോലെ ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് കാണും. അപ്പോൾ കർമ്മം ചെയ്യാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് തന്നെ പോയി ഇത് ചെയ്യുക.